2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുമുടി പ്രദേശത്ത് ഇടവഴിപ്പള്ളിയായി റോഡിൽ കോൺക്രീറ്റ് എന്ന പ്രവർത്തനമാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പ്രദേശവാസികളുടെ വളരെ കാലമായിട്ടുള്ള ഒരു നിർദ്ദേശപ്രകാരം ഈ റോഡിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഷിക പദ്ധതിയിൽ 2 ലക്ഷം രൂപ വകയിരുത്തി റോഡ് കോൺക്രീറ്റ് പ്രവർത്തനം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇനിയും തുടർന്ന് ഈ റോഡ് പൂർത്തീകരിക്കണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപ കൂടി വകയിരുത്തിയാൽ മാത്രമേ പൂർത്തീകരിക്കാൻ കഴിയൂ. തീർച്ചയായിട്ടും വരും വർഷത്തിൽ അത് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇന്ത്യൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്ററാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൊടുമുടി 4-ാം വാർഡിലെ കൊടുമുടി വളവ് ഇടവഴി പള്ളിയാൽ റോഡിൻ്റെ കോൺക്രീറ്റ് ചെയ്ത് പണി പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടത്. നമുക്കറിയാം, ഇന്ത്യൻ ഗ്രാമപഞ്ചായത്തിൻ്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഈ റോഡ് ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. ഏതായാലും ഈ നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് നടന്നു പോകാനെങ്കിലും വഴിയുള്ള സംവിധാനം ഒരുക്കുകയായിരുന്നു. പക്ഷേ അതിമനോഹരമായിക്കൊണ്ട് തന്നെ കോൺക്രീറ്റ് ചെയ്തു. ഇനി കുറച്ച് ഭാഗം കൂടെ ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞത്, ഫെസിലിറ്റിയോട് നമ്മൾ അടക്കമാണ് പറഞ്ഞത്, കുറച്ച് ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അത് അടുത്ത വാർഷിക പദ്ധതിയിൽ ചെയ്യാമെന്നുള്ള ഒരു വാഗ്ദാനം ഉറപ്പ് നമ്മൾ കൊടുക്കലേ നമ്മൾ ചെയ്യാമെന്നുള്ള ഒരു വർഷം കൂടി ഞങ്ങൾക്കുണ്ട്. നമ്മൾ അവസാന വർഷത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്ന 4-ാം വാർഡിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് നമുക്കറിയാം, ടീച്ചർ വന്നതിന് ശേഷം എത്രയോ റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി റോഡുകൾ വളരെ ചുരുക്കമുള്ളൂ തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ പഞ്ചായത്തിൽ വികസനം വന്നൊരു പ്രദേശം കൂടിയാണ് 4-ാം വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ജില്ലാ പഞ്ചായത്തിൻ്റെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ MLA MP അടക്കമുള്ള ആളുകളുടെ വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു താല്പര്യം നമ്മൾ ടീച്ചർ കാണിച്ചു. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളും നമുക്ക് നല്ല റോഡുകൾ, നല്ല ഇടവഴികൾ, വ്യത്യസ്തമായ വികസന പ്രവർത്തനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊപ്പമാണ് നമ്മൾ ഇന്നിവിടെ റോഡ് ഉദ്ഘാടനം ചെയ്ത്. ഏതായാലും ഇനിയും വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ റോഡിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പഞ്ചായത്തിൻ്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച റോഡിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടത്. ഈ 4-ാം വാർഡിലെ ഒട്ടനധികം റോഡുകളുടെ ഉദ്ഘാടനങ്ങളിൽ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇനി ഇവിടെ ഗ്രാമീണ റോഡുകളൊന്നും നവീകരിക്കാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ പ്രിയപ്പെട്ട പ്രസിഡന്റ് ടീച്ചറുടെ ജനപ്രതിനിധി ആയതിനു ശേഷം സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഉദ്ഘാടന ഭാഷണത്തിൽ ബഹുമാന്യനായ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ MP MLA അടക്കമുള്ള ഏതൊക്കെ മേഖലയിൽ നിന്ന് നമുക്ക് ഫണ്ട് ലഭ്യമാക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ ടീച്ചർ അത്രയധികം പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന് ഫസിലിറ്റി ടീച്ചറുടെ നൃത്തകണ്ഠം ഈ അവസരത്തിൽ അഭിവാദ്യം. വളരെ സന്തോഷമായ മുഹൂർത്തത്തിൽ നടക്കാൻ പോലും വഴിയില്ലാത്ത ഇടവഴിയായിരുന്നു. 3 അടി വഴി ഉണ്ടായിരുന്ന സ്ഥലം പിന്നെ വളരെ ഭംഗിയോട് കൂടി എല്ലാ വാഹനം പോകാൻ സൗകര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ അതിന് സഹകരിച്ച നല്ലവരായ നാട്ടുകാരോടും അയൽവാസികളോടും വളരെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഈ കാര്യത്തിൽ വളരെയധികം ഞങ്ങളോട് സഹകരിച്ചത് ഞങ്ങൾക്ക് അവരുടെ എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അത്രയും വലിയ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഏറെ കാലമായി ഈ പ്രദേശവാസികൾ പതിറ്റാണ്ടുകളായിട്ട് ദുരിതമനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഇടവഴി പള്ളിയാൽ റോഡായിരുന്നു ഇത്. അതിന് 4-ാം വാർഡിൽ ഏറെക്കുറെ നമ്മൾ വികസനം 90% ആപേക്ഷികമാണെങ്കിലും നമ്മൾ വികസനങ്ങൾ പൂർത്തിയാക്കിയാണ് ഫസീല ടീച്ചർ 4-ാം വാർഡിൻ്റെ മെമ്പർ. അതിലുപരി ഈ ചെറിയ പ്രദേശങ്ങൾ വിരലിലുണ്ടാവുന്ന ചെറിയ ഇടുങ്ങിയ 3 അടി വഴിയൊക്കെ ഉള്ള പ്രദേശങ്ങളുള്ള ഈ സ്ഥലങ്ങളിൽ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് ഇടവഴിപ്പള്ളിയാൽ റോഡ്. ഇവിടേക്ക് നമ്മൾ സ്ഥലം ഏറ്റെടുപ്പിന് വേണ്ടി മുന്നോട്ട് നിൽക്കുമ്പോൾ ഈ പരിസരത്തെ സരോട്ടം മോൻ എന്നവർ എൻ്റെ മാതാപിതാക്കളുടെ ഒരു ജാരിയായ സദക്ക എന്ന രൂപത്തിൽ അതുമാത്രം പ്രതിഫലം ഏറെക്കുറെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു വികസനത്തിനും ഈ പ്രദേശവാസികളുടെ ദുരിതം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് അവർക്ക് ഒരു ഗതാഗത മാർഗം സുഗമമാക്കുന്ന ഒരു വഴി തേടിക്കൊടുക്കാൻ വേണ്ടി അവൻ ഇത്രയും സ്ഥലം വിട്ടുതന്ന ഇതിൻ്റെ കൂടെ മോനെയും സരോട്ടം മോനെയും ആത്മാർത്ഥമായി നമ്മൾ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും നാട്ടുകാരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.